അത് പിച്ചിൽ ചീന്തുകയല്ലായിരുന്നു ഇവർ അധികാരത്തിൽ വന്ന കാലത്തെല്ലാം ചെയ്തത്. എന്നാൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എത്ര സംക്ഷിപ്തമായി ഈ ആലപ്പുഴയുടെ ഭാവി വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഈ ആലപ്പുഴയിൽ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയ കാര്യമാണോ? ഒരു തുടർ നഗരസഭാ കൗൺസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ LDF-ന്റെ നേതൃത്വത്തോടെ നഗരസഭാ ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞതിന്റെ ഇരട്ടിയായിട്ടുള്ള മാറ്റം ഈ ആലപ്പുഴയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുവാനുള്ളത്, വീണ്ടും LDF അധികാരത്തിൽ വരുവാൻ കഴിയണം. കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചത് 52 സീറ്റിൽ 35 സീറ്റാണ്. ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് അന്ന് ജയിച്ചത്. നമ്മുടെ രാഖി അടക്കമുള്ളവർ ഈ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് 35 കൗൺസിലർമാരുണ്ടായി. ആ 35 കൗൺസിലർമാരും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവരുടെ കഴിവിന്റെ പരമാവധി നിറവേറ്റുവാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അത് അതങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ കൈയോട്ട് മുക്കിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആ ഇട റോഡ് ഞാൻ തന്നെ 3 വർഷമായിട്ട് ഫണ്ട് വെക്കുകയാണ്. പക്ഷേ പണി മാത്രം നടക്കുന്നില്ല, ആരും പങ്കെടുക്കുന്നില്ല. അങ്ങനെ അവസാനം MLA ഫണ്ട് ഇത് കാശ് വെക്കുകയാണ്. പിന്നെ വളരെ കർക്കശമായി ആരെങ്കിലും ഈ വർക്ക് എടുത്തില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന് ഒരു വർക്ക് നടത്തണ്ട എന്ന നിലയിലേക്കെല്ലാം ഉള്ള ചില നിലപാടെടുത്തതിന്റെ എല്ലാം ഫലമായി അവസാനം അല്പം വൈകിപ്പോയി ആ റോഡ് നമുക്കിപ്പോ കരാർ ഉറപ്പിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ആ വർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിയും. വർക്ക് തുടങ്ങിയത് രാമനാണ് ഉദ്ഘാടനം ചെയ്തു, വർക്ക് തുടങ്ങി, ആ വർക്ക് നമുക്ക് പൂർത്തീകരിക്കും. പിന്നെ നമുക്കുള്ള റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൈനി ഹൗസിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡാണ്. അതിനുമുള്ള ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ചു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് തന്നെയാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ആ വർക്കും ടെൻഡർ ചെയ്ത് നമുക്കിപ്പോൾ ഉടനെ തന്നെ ആ റോഡ് നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും. ഇങ്ങനെ ഓരോ പ്രദേശത്തും, ഞാനിത് രണ്ടും എനിക്ക് നേരിട്ട് അറിയുന്നത്, ഞാൻ തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഓരോ പ്രദേശത്തും നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വരുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ ഷാനവാസ് പറഞ്ഞില്ലേ, കാളാത്ത വാർഡ് ഏതെല്ലാം നിലയിലുള്ള ഫണ്ടാണ് വാങ്ങിയെടുത്തുകൊണ്ട് ചെയ്തു കൂട്ടിയത്, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒരു ജനപ്രതിനിധിയിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്കൊരാവശ്യം വന്നാൽ ഓടിയെത്തുവാൻ, അവരെ സഹായിക്കുവാൻ. എല്ലാത്തിനും സാമ്പത്തികമായിട്ടൊന്നുമല്ല, പക്ഷേ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സാന്നിധ്യം അത് നമ്മുടെ ജനപ്രതിനിധികൾ അത് ഉറപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശിഷ്ട ഷാനവാസിനെ പോലെയുള്ള സഹാക്കൾ അവരെ ഏൽപ്പിച്ച ഉത്തരവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലാത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി ഈ വാർഡിലോ ഏത് വാർഡിലോ നിന്നാൽ ഷാനവാസിന് ജയിക്കുവാൻ കഴിയുന്ന വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കും. വോട്ടർമാർ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഈ അവസരത്തെ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുവാൻ, ഈ വാർഡിലെ ജനപ്രതിനിധി എന്നുള്ളതിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി നിങ്ങൾ